കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കെ ജയകുമാറിന്റെ പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. മുൻ ചീഫ് സെക്രട്ടറിയാണ് കെ ജയകുമാർ. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, കെ ജയകുമാർ സാഹിത്യരംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പിങ്കളകേശിനി എന്ന കവിതയിലെ സവിശേഷതകൾ എന്താണ് ഈ സമിതി പരിശോധിച്ചതും പുരസ്കാരത്തിന് അർഹനാക്കാൻ ഇടയാക്കിയത്? അർജുൻ, കേൾക്കാമെങ്കിൽ. അർജുൻ, പുരസ്കാരത്തിന് അർഹനായ കെ ജയകുമാറിന്റെ ഈ കവിത സംബന്ധിച്ച് എന്താണ് സമിതി പറയുന്നത്? പ്രജീഷ്, 9 കൃതികളാണ് ആകെ സമിതിക്ക് മുന്നിൽ 3 അംഗ ജൂറിക്ക് മുന്നിൽ എത്തിയത്. അതിൽ നിന്നും ഐക്യകണ്ഠമായി തന്നെ തീരുമാനിക്കുകയായിരുന്നു കെ ജയകുമാറിന് ഈ പിങ്കളകേശിനി എന്ന് പറയുന്ന പുസ്തകത്തിന് പുരസ്കാരം നൽകാനായിട്ട്. അദ്ദേഹം വളരെ കാലമായി തന്നെ ഈ സാംസ്കാരിക രംഗത്തുള്ള ഒരു വ്യക്തിയാണ്. 47 കൃതികളുടെ രചയിതാവാണ്. മാത്രമല്ല റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനും ഗാനരചയിതാവും കൂടിയാണ് ഈ കെ ജയകുമാർ എന്ന് പറയുന്നത്. ആകെ 21 ഭാഷകൾക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചത്. അതിൽ മലയാളത്തിന് ഒരു അവാർഡാണ്. എല്ലാ ഭാഷയിൽ നിന്നും ഓരോ അവാർഡാണ് പ്രഖ്യാപിക്കുന്നത്. അതിൽ കവിതാ സമാഹാരമായിട്ടുള്ള പിങ്കളകേശിനിക്കാണ് മലയാളത്തിൽ നിന്നുള്ള അവാർഡ് എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അവാർഡ് ദാനവും മറ്റ് പരിപാടികളെല്ലാം തന്നെ 2025 മാർച്ച് 8-ാം തീയതി നടക്കും. 1 ലക്ഷം രൂപയാണ് എന്തായാലും ഈ അവാർഡിനൊപ്പം തന്നെ അദ്ദേഹത്തിനും കെ ജയകുമാറിനും ലഭിക്കുക. ഈ എന്തൊക്കെ മറ്റ് സവിശേഷത? കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് ഗാനരചയിതായാലും വിവർത്തകനായാലും തിരക്കഥാകൃത്തൊക്കെ എന്ന നിലയിലൊക്കെ തന്നെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കവിതാ സമാഹാരം എന്ന നിലയിൽ പിങ്കളകേശിനെ എങ്ങനെയാണ് പരിശോധനയ്ക്ക് വിധേയമാകുന്നതും? ജൂറിയുടെ, കാരണം മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി കവിതകളൊക്കെ തന്നെ സമിതിക്ക് മുൻപാകെ, ജൂറിക്ക് മുൻപാകെ എത്തിയതാണ്. തീർച്ചയായിട്ടും ആകെ 21 ഭാഷയിൽ നിന്നുമുള്ള എൻട്രികൾ ഉണ്ടായിരുന്നു. അതിൽ മലയാളത്തിൽ നിന്നും മാത്രം 9 കവിതാ സമാഹാരങ്ങൾ ജൂറിക്ക് മുൻപാകെ എത്തി എന്നുള്ള കാര്യമാണ് എന്തായാലും സാഹിത്യ അക്കാദമി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ 3 അംഗ ജൂറിയാണ് മലയാളത്തിൽ നിന്നും ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ശ്രീ പ്രഭാവർമ്മ, കവടിയാർ രാമചന്ദ്രൻ, അതുപോലെ തന്നെ കൃഷ്ണൻ നമ്പൂതിരി. ഇവർ 3 പേരിലേക്കും വന്ന 9 എൻട്രികളിൽ ഈ പിങ്കളകേശത്തെ അവർ ഐക്യകണ്ഠമായി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. മികച്ച ഒരു കൃതി എന്നുള്ള രീതിയിൽ തന്നെ ഇതിന് പുരസ്കാരം നൽകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ജൂറികൾ വ്യക്തമാക്കിയത് എന്നുള്ള കാര്യം കൂടിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ കാലമായി തന്നെ ഈ സാഹിത്യ രംഗത്തുള്ള വളരെ പ്രബലനായിട്ടുള്ള ഒരാൾ കൂടിയാണ് കെ ജയകുമാർ എന്ന് പറയുന്നത്. അദ്ദേഹം 47 കൃതികൾ രചിച്ചിരിക്കുന്നു. ഒരുപോലെ തന്നെ അതുപോലെ തന്നെ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്, വർഷങ്ങളുടെ പരിചയ സമ്പത്തുമുണ്ട്. എന്തായാലും മികച്ച ഒരു കൃതി എന്നുള്ള രീതിയിൽ തന്നെ ഈ കൃതിക്ക് പിങ്കളകേശത്തിന് അവാർഡ് നൽകാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു.